നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കായ വൻപയർ തോരനാണ്. അമ്പലങ്ങളിൽ പ്രസാദൂട്ടിന്റെ സമയത്ത് ഇലയിൽ ഉണ്ടാകുന്ന ഒരു കറികളിൽ ഒന്നാണിത്. ഒട്ടും കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കായ വൻപയർ തോരന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ പോകാം വീഡിയോയിലേക്ക്. കായ വൻപയർ തോരൻ തയ്യാറാക്കാനായിട്ട് ആദ്യം അതിലോട്ടുള്ള അരപ്പൊന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് അരമുറി നാളികേരം ചെറുകിയത്, 1/4 മുതൽ അര ടീസ്പൂൺ വരെ ചെറിയ ജീരകം, 4 ഉണക്കമുളക്, 4 അല്ലി വെളുത്തുള്ളി, 5 6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇവ എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം. തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് പാൻ ഇവിടെ ചൂടായി വന്നപ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നാടൻ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ എടുക്കുക, അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 4 ഉണക്കമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇവ രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നാളികേരം ഒന്ന് നല്ലപോലെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി വരുന്ന വരെ മൂപ്പിച്ചെടുക്കാം. നാളികേരം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 5 നേന്ത്രക്കായ തൊലിയോട് കൂടി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ ചേർത്തതിന് ശേഷം ആ മസാലയിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കായയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ അടച്ചു വെച്ച് നമുക്കൊരു 5 മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 8 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കായ ഇവിടെ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്തുടഞ്ഞിട്ടില്ല. ആവശ്യത്തിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഉണക്കപ്പയർ ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് ഉണക്കപ്പയർ അല്പം വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഞാൻ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഉണക്കപ്പയർ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉണക്കപ്പയർ ചേർത്തതിന് ശേഷം കായും പയറും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം സ്റ്റവിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കറിയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് എല്ലാം എരിവും എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിടിലൻ ടേസ്റ്റിലുള്ള കായ വൻപയർ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.